സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ചാലോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ചൂണ്ടുവിരലിലാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹുക്ക് ഈ കാണുന്ന പോലെ ഒരു ത്രെഡിന്റെ ഉള്ളിലേക്ക് കയറ്റണം. ഏത് ത്രെഡിന്റെ ഉള്ളിലേക്ക് കയറ്റണേന്ന് മനസ്സിലായോ? ആ ചെറിയ അറ്റമല്ലേ, അതിന്റെ അടിയിലേക്ക് ഹുക്ക് കയറ്റുക. എന്നിട്ട് മറ്റേ വലിയ ഭാഗം, അതായത് ത്രെഡിന്റെ നൂലുണ്ടയുടെ അവിടെ നിന്ന് വരുന്ന ഭാഗമല്ലേ, ആ ഭാഗത്തു നിന്നുള്ള നൂലിനെ ഇതുപോലൊന്ന് വലിച്ചെടുക്കാം. നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനും പറ്റും കേട്ടോ. ഒരു മിനിമം ലൂസാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. വളരെയധികം ലൂസായി പോയാൽ നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ ലൂസായി പോകും. ഇതേ കണ്ടോ, ഒന്നും കൂടെ കാണിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാനും പറ്റും കേട്ടോ. ചൂണ്ടുവിരലുമ്മേ ഇതുപോലെ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കുക. ഒരു ക്രോസ് പോലെ വരണം കേട്ടോ, ഈ കാണുന്ന പോലെ. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുക്കുക. എന്നിട്ട് ചെറിയ അറ്റമില്ലേ, അതിന്റെ അടിയിലേക്ക് ഹുക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് വലിയ നൂലിനെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുന്നതിന് പറയുന്നതാണ് കേട്ടോ പുൾ ത്രൂ എന്നുള്ളത്. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ത്രെഡ് ഹുക്കിന്റെ മുകളിൽ എടുക്കണം. അതിനെ വിളിക്കുന്നതാണ് യാൺ ഓവർ. എന്നിട്ട് അത് ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അതാണ് പുൾ ത്രൂ എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന പോലെ ഹുക്കിന്റെ മുകളിൽ കൂടെ യാൺ എടുക്കുക, അതിനെ യാൺ ഓവർ എന്ന് പറയും. പിന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, അത് പുൾ ത്രൂ. യാൺ ഓവർ ചെയ്തു, പിന്നെ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചു, പുൾ ത്രൂ. യാൺ ഓവർ ചെയ്തു, എന്നിട്ട് അത് ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, അതാണ് പുൾ ത്രൂ. അതായത് ഒരു യാൺ ഓവറും ഒരു പുൾ ത്രൂവും കഴിയുമ്പോഴാണ് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നത് കേട്ടോ. ഈ കാണുന്ന പോലെ യാൺ ഓവർ ചെയ്തു, പുൾ ത്രൂ ചെയ്തു. വളരെ സിമ്പിൾ ആണ്, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ഇത് നമുക്ക് കുറേ പ്രോജക്റ്റിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടി വരും. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് നോർമൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലോക്കൽ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം.